പ്രിയപ്പെട്ടവരെ, നമ്മൾ നോമ്പ് കാലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നോമ്പിൻ്റെ ഒരു അരൂപി ഏറ്റെടുക്കാൻ നിങ്ങളെ ഞാൻ വളരെ സ്നേഹത്തോടെ പ്രോത്സാഹിപ്പിക്കുകയാണ്. എന്തിനാണ് നമ്മൾ നോമ്പ് എടുക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഞാനൊരു ചെറിയ വിശദീകരണം ഇപ്പോൾ തരാം. അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും ഉള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. നമ്മളെല്ലാ ആളുകളും ജീവിതത്തിൽ കുറവുകളും പാപങ്ങളും വന്നു പോകുന്ന ആളുകളാണ്. ഇപ്പം ചെറുതും വലുതുമായ പാപങ്ങൾ നമുക്കെല്ലാവർക്കും ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പാപത്തിന് രണ്ട് തരത്തിലുള്ള ഒരു ഡാമേജാണ് നമ്മുടെ ഉണ്ടാക്കാൻ പറ്റുന്നത്. അത് ഒരു ചെറിയ പാപമാവട്ടെ, ഒരു വലിയ പാപമാവട്ടെ, ആ പാപം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത് രണ്ട് തരത്തിലുള്ള ഡാമേജാണ്. ഒന്ന്, ഒരു ഇറ്റേണൽ പണിഷ്മെൻറ്റ്. അത് ഒരു പാപം നമുക്ക് നിത്യമായ ഒരു ശിക്ഷ കരുതി വെക്കുന്നുണ്ട്. നമുക്ക് ആ നിത്യമായ ശിക്ഷ എന്താണെന്ന് നമുക്കറിയാം. അതായത് നമ്മുടെ ആത്മാവിൻ്റെ നാശമാണത്. നമ്മുടെ ആത്മാവ് ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ വിട്ടുപോകുന്നു, ദൈവവുമായിട്ടുള്ള ബന്ധം ഇല്ലാതാവുന്നു. ആ ആത്മാവ് ആ അവസ്ഥയിൽ മരിച്ചാൽ നരകത്തിന് ഇരയാവുന്നു, സ്വർഗഭാഗ്യം നഷ്ടപ്പെടുന്നു. ഇതാണ് പാപത്തിൻ്റെ നിത്യശിക്ഷ. നിത്യശിക്ഷ എന്ന് പറഞ്ഞാൽ നമ്മൾ നരകത്തിന് അർഹരായി മാറുന്നു, നമ്മൾ ദൈവത്തോടുള്ള ബന്ധം ഇല്ലാതാവുന്നു. ഇതാണ് നമ്മുടെ പാപത്തിൻ്റെ നിത്യശിക്ഷ. ഇനി പാപത്തിന് ഈ ഇറ്റേണൽ പണിഷ്മെന്റ് കൂടാതെ വേറൊരു പണിഷ്മെന്റിന്റെ തലമുണ്ട്. അതിൻ്റെ പേരാണ് ടെമ്പറൽ പണിഷ്മെന്റ്, അല്ലെ അതിന് വിളിക്കുന്ന പേരാണ് കാലിക ശിക്ഷ. അതായത് നമ്മുടെ പാപത്തിന് നിത്യശിക്ഷ കൂടാതെ കാലിക ശിക്ഷയുണ്ട്, ടെമ്പറൽ പണിഷ്മെന്റ് ഉണ്ട്. അത് എല്ലാ പാപത്തിനും ഉണ്ട്. ഞാൻ ഒരു ഉദാഹരണം വഴിയാണ് ഇത് സാധാരണ പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ ഇരിക്കുന്ന ഒരു 100 പേര് സമ്മേളിക്കുന്ന ഒരു ഓഡിറ്റോറിയത്തിനകത്തേക്ക് ഒരു പാമ്പ് ഇഴഞ്ഞു വരുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ കാലിലൊരു തണുപ്പ് വരുമ്പോഴാണ് ഇരിക്കുന്ന ഒരാൾ താഴേക്ക് നോക്കുമ്പോൾ ഒരു പാമ്പ്, ഒരു വിഷപ്പാമ്പ് അലറി വിളിച്ചുകൊണ്ട് ആ വ്യക്തി പാമ്പേ എന്ന് പറഞ്ഞ് അലറി വിളിച്ച് പുറത്തേക്ക് ചാടാൻ ശ്രമിക്കുമ്പോൾ എല്ലാ ആളുകളും പാനിക്കാവും. കേട്ട പാതി കേൾക്കാത്ത പാതി എല്ലാവരും ഈ ഓഡിറ്റോറിയത്തിനകത്തേക്ക് ചാടുമ്പോൾ കസേരകൾ ഒടിയും, ബുക്കുകൾ വീണ് ചെതറും, അതുപോലെ തന്നെ അവിടെയുള്ള മറ്റ് ഫർണിച്ചറുകൾ നശിക്കും, ആളുകൾക്ക് അപകടം പറ്റാൻ സാധ്യതയുണ്ട്. ഇനി അവിടെ എല്ലാം ഡിസോർഡർ ആവും. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മൾ ഈ പാമ്പ് എന്ന് പറയുന്ന ആ പാമ്പ് ഈ ഓഡിറ്റോറിയത്തിനകത്തേക്ക് വന്നപ്പോൾ ഇതെല്ലാം ഉണ്ട്, ഈ ക്രമക്കേടെല്ലാം ഉണ്ടായി. ഒരാൾ വന്നിട്ട് ഈ പാമ്പിനെ അടിച്ചു കൊന്നു. അപ്പോൾ ആളുകളെല്ലാം പുറത്താണ്